പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി NDA സ്ഥാനാർത്ഥിയുണ്ട്. PV അൻവറിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല. അതുകൊണ്ട് അൻവറിൻ്റെ വോട്ടിംഗ് ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അൻവർ എല്ലാ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലേക്കും സജീവമായി സന്ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി സംസാരിക്കും. നമുക്ക് വീണ്ടും പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു 2 ബൂത്തുകളിലെങ്കിലും താങ്കൾ സന്ദർശിച്ചു കഴിഞ്ഞല്ലോ, എന്താണ് പ്രതികരണം? എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. മഴയൊന്നും വാസ്തവത്തിൽ ഇതിനെ ബാധിക്കില്ല. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ പിതാവില്ലാത്ത ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണിത്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ പിതാവിന്റെ കൂടെയാണ് ഞങ്ങൾ കുടുംബസമേതം വരുന്നത്. അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ID കാർഡ് പോലും അദ്ദേഹത്തിന്റെ സേഫ് കസ്റ്റഡിയിലാണ് ഉണ്ടാവുക. ഞങ്ങളെടുത്തൊന്നും ID കാർഡ് തരാൻ പോലും വിശ്വാസം ഉണ്ടാവില്ല. വോട്ടിങ്ങിന് വരുമ്പോൾ മാത്രം അന്ന് രാവിലെ എല്ലാവരുടെ ID കാർഡ് എടുത്ത് തരും, മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ. അതുപോലെ വോട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ID കാർഡ് അദ്ദേഹം തന്നെ, പിതാവ് തന്നെ വാങ്ങി അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കും. ഞാനൊക്കെ ID കാർഡ് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു, നിനക്ക് ID ആധാറും ഇൻകം ടാക്സും അതേപോലെ ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ, ഇത് വോട്ട് ചെയ്യാൻ മാത്രം മതി, ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. അങ്ങനെയാണ്. ഇന്ന് എൻ്റെ പിതാവില്ലാത്ത ആദ്യത്തെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. സാധാരണ പിതാവിൻ്റെ കൂടെ വന്നിട്ടാണ് വോട്ട് ചെയ്യാറുള്ള കുടുംബസമേതം. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്തൊക്കെയായാലും ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുണ്ട്. ബൂത്തുകളിൽ എന്താണെന്ന് വെച്ചാൽ 59 പുതിയ ബൂത്തുകളാണ് ഉണ്ടാക്കിയത്. 59 പുതിയ ബൂത്തുകൾ. നേരത്തെ 204 59. സാധാരണ ഓരോ വർഷം ബൂത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു 5 ബൂത്ത് അല്ലെങ്കിൽ ഒരു 6 ബൂത്ത് ഇങ്ങനെയാണ് ഓരോ വർഷം വർദ്ധിപ്പിക്കുക ഓരോ തെരഞ്ഞെടുപ്പ്. ഇത് നേരെ മറിച്ച് 59 ബൂത്ത് വർദ്ധിച്ചതുകൊണ്ട് ബൂത്തുകളിൽ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ നീണ്ട ക്യൂയുടെ ആവശ്യമില്ല. ആർക്കും വോട്ട് ചെയ്ത് പോകാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു ഭൂരിപക്ഷം വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാലാവസ്ഥാ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാരണം അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊന്നും ആ പ്രശ്നം കണ്ടിട്ടില്ല. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു കാലത്തുമില്ലാത്ത ആവേശവും ഒരു കാലത്തുമില്ലാത്ത ആൾക്കൂട്ടവുമാണ് UDFന്റെ ഓരോ പരിപാടികളിലും ഉണ്ടായിട്ടുള്ളത്. അത് കുടുംബയോഗമാവട്ടെ, എൻ്റെ പര്യടനമാവട്ടെ, കൊട്ടിക്കലാശമാവട്ടെ, പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടനമാവട്ടെ, എല്ലാ പരിപാടികളിലും ആദ്യം മുതലേ ഒരു വലിയ ജനക്കൂട്ടം വരുന്നു. അപ്പോൾ കോരിച്ചൊരിയുന്ന മഴയൊന്നും അതിനൊക്കെ അതിജീവിക്കുന്ന വലിയ ആവേശം UDFന്റെ പ്രവർത്തകരിലുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന സാധ്യത. വിവാദ പ്രശ്നങ്ങൾ എന്തെങ്കിലും തിരിച്ചടിയാവുന്നുള്ള അവസാന ലാപ്പിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ? അത് യഥാർത്ഥ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോന്ന് വിവാദങ്ങൾ എന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ ഓഗസ്റ്റ് 8-ാം തീയതി വന്നാൽ കവളപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് 6 വർഷം തികയാണ്. ഓഗസ്റ്റ് 8-ന് ഇപ്പോഴും 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ നിലമ്പൂരിൽ. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. മാത്രം നമുക്ക് ഇരിക്കണം, നമുക്ക് ഇരിക്കാൻ പ്രയാസമെങ്കിൽ അങ്ങോട്ട് ഇരിക്കാം. ഇത് അങ്ങോട്ട് കാറിലിരിക്കാം. ഞാൻ ആക്കി തരാം, ഉമ്മാനാക്കി തരാം. ഇതൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കുന്ന 9 വർഷമായി ഈ നിലമ്പൂർ അവഗണിക്കപ്പെടുകയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ പറയുന്ന അഴിമതിയും അതേപോലെ തന്നെ
അത് ജനങ്ങൾക്കുണ്ടാക്കിയ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ദുസ്ഥിതിയും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാലോ എവിടെയും. ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടതല്ലേ. മാത്രമല്ല നിലമ്പൂരിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കത് ബോധ്യമായിട്ടില്ലേ? ഒരു വലിയ ഭരണവിരുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ, ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ഈ ദുസ്ഥിതി ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ദുസ്ഥിതിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായൊരു പ്രതിഫലനം കൂടി നിലമ്പൂരുണ്ടാവും. ഞാൻ ഇതിലൊരു കാര്യമാണ് പറഞ്ഞത്. എന്ത് ശ്രമിച്ചാലും UDFന്റെ വോട്ടിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. നിലമ്പൂർ UDFന്റെ വോട്ടിൽ ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാക്കാൻ, വിള്ളൽ പോട്ടെ, ഒരു ചെറിയ ഹെയർലൈൻ പോറൽ പോലും ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. എനിക്കത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതിനൊക്കെ അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അത് കോൺഗ്രസും നകത്തും മുസ്ലിം ലീഗിനകത്തും മാത്രമല്ല, കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും അടങ്ങുന്ന നാഷണൽ ജനതാദളൊക്കെ അടങ്ങുന്ന ഒരു വലിയ ജോയിന്റ് ആയിട്ടുള്ള നല്ലൊരു മൂവ്മെന്റ് അത് നിലമ്പൂരിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തിനുള്ള വോട്ടുകൾ അൻവറിലും UDFിലും സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സാധ്യത ഇവിടെ എന്താ ഉള്ളത്? ആളുകൾ എന്തായാലും ഭരണത്തിനെതിരെ ചിന്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു തോൽക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരവസരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. ആര്യടൻ ഷൗക്കത്ത് വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഷൗക്കത്തുള്ളത്. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെടുന്നു. സർക്കാരിന് നിലമ്പൂരിനോടുള്ള അവഗണന ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പിലൂടെ കാണിക്കുമെന്ന പ്രതീക്ഷയാണ് രാവിലെ ആര്യടൻ ഷൗക്കത്ത് വോട്ട് ചെയ്ത ശേഷം പ്രകടിപ്പിച്ചത്. പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളും വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ട ഒരു തിരക്ക് ഈ ഘട്ടം ആവുമ്പോൾ ഇല്ല. ഒരു 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ തിരക്കില്ല. അത് ബൂത്തുകളുടെ എണ്ണം കൂടിയത് കൊണ്ടാണെന്നാണ് ആര്യടൻ ഷൗക്കത്ത് പറയുന്നത്. ആളുകൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്ത് പോകാനുള്ളൊരു സൗകര്യമുണ്ട്, അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളും പങ്കുവച്ചു കഴിഞ്ഞു. ഇരുവരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അനുമോദ്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ കാണുന്നത്? വിഷമം വേറെ തോന്നുന്നില്ലേ? വിഷമം തന്നെയാണ്. എന്നാലും ഇപ്പം പ്രായമായില്ലേ എല്ലാവർക്കും. ആ സമയത്ത് പോകേണ്ടികൾക്കൊക്കെ പോകേണ്ടി വരില്ലേ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. എന്താണ് പ്രതീക്ഷ? നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും തന്നെയാണ്. വൈകാരികം കൂടിയാണല്ലോ അതല്ലേ? അതന്നെ. ആര്യടൻ ഷൗക്കത്തിന്റെ ഉമ്മയാണ് പ്രതികരിച്ചത്. വൈകാരികമാണ് വിജയിക്കുന്ന പ്രതീക്ഷ. ആര്യടൻ മുഹമ്മദ് ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അതിന്റെ വിഷമം, അത്തരം കാര്യങ്ങൾക്കൊപ്പം നേരത്തെ ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ഉണ്ട്, അത് കൃത്യമായിട്ട് വോട്ടായി മാറും. രണ്ടാമതേത്, അത് അൻവറിലേക്ക് സ്പ്ലിറ്റായി പോവില്ല. തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്നാണ് ആര്യടൻ ഷൗക്കത്ത് ചോദിച്ചത്. കൃത്യമായൊരു സന്ദേശമാണ്. അൻവർ ഇവിടെ തോൽക്കാൻ പോകുന്നു, അൻവറിന് വോട്ട് ചെയ്തൊരു കാര്യമില്ല. ഭരണവിരുദ്ധ വികാരം, ഈ ഒരു സർക്കാർ വിരുദ്ധ നിലപാട് ഉള്ളവർ UDFിന് വോട്ട് ചെയ്താൽ മാത്രമേ അത് പ്രതിഫലിക്കുകയുള്ളൂ എന്നുകൂടി പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ആര്യടൻ ഷൗക്കത്ത് നേരത്തെ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ ജയപ്രതീക്ഷകൾക്കൊപ്പം അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള തന്റേതായ ഈ ദിവസം തനിക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാന കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത്. ശ്രീജ. അനുമോദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ദിവസം രാവിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഷൗക്കത്ത് തുടങ്ങുകയാണ്. ഈ കഴിഞ്ഞ 9 വർഷമായി അവഗണിക്കപ്പെട്ട നിലമ്പൂർ ജനത അതിനോട് പ്രതികരിക്കുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്രയേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും